വയനാട്ടിലെ അനധികൃത മരംമുറി കേസിൽ റിക്കവറി നടപടികളുമായി റവന്യൂ വകുപ്പ് 38 ലക്ഷത്തോളം രൂപ പിഴയീടാക്കാൻ നടപടികൾ ആരംഭിച്ചു. തൃക്കൈപ്പറ്റ വില്ലേജിൽ സുഹാറയുടെ ഭൂമിയിലെ വീട്ടുമരം മുറിച്ച കേസിലാണ് നടപടി. സമാന നടപടി മുട്ടിൽ മരംമുറി കേസിലും ഉണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പായി. വയനാട് അനധികൃത മരമുറി കേസിലെ റവന്യൂ റിക്കവറി നടപടികൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഭൂസംരക്ഷണ സമിതി പ്രവർത്തകൻ പി.കെ. മുരളീധരൻ ജില്ലാ കളക്ടർക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. ഇതേ തുടർന്ന് നടപടികൾ വേഗത്തിലാക്കാൻ കളക്ടർ നിർബന്ധിതമാകുകയായിരുന്നു. 7 ദിവസത്തിനകം നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുകയും ചെയ്തു. തുടർന്നുള്ള നടപടിയുടെ ഭാഗമായാണ് റവന്യൂ റിക്കവറി തഹസിൽദാർക്ക് രേഖകൾ കൈമാറുന്ന ഭരണപരമായ നടപടി തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസർ കൈക്കൊണ്ടത്. തൃക്കൈപ്പറ്റ വില്ലേജിലെ സുഹറയുടെ പറമ്പിലെ വീട്ടിമരം മുറിച്ച കേസിലാണ് നടപടി. കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് പങ്കില്ല. അഗസ്റ്റിൻ സഹോദരങ്ങൾ മരം മുറിക്കാൻ ആശ്രയിച്ച അതേ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സുഹ്റയും സ്വന്തം പറമ്പിലെ വീട്ടിമരം അറുത്തിട്ടത്. മരത്തിന്റെ മൂല്യത്തിന്റെ 3 ഇരട്ടിയായാണ് പിഴ കണക്കാക്കുക. ഈ ഇനത്തിലാണ് 38 ലക്ഷത്തോളം രൂപ ഈടാക്കാൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അഗസ്റ്റിൻ സഹോദരന്മാർ ചതിച്ച കർഷകരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന റവന്യൂ വകുപ്പിന്റെ വിശദീകരണവും ഇതോടെ അപ്രസക്തമായി. റിപ്പോർട്ടർ ചാനൽ ഉടമകളായ റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസ്കുട്ടി അഗസ്റ്റിൻ എന്നിവർ ഉൾപ്പെട്ട മുട്ടിൽ മരമുറിയിലും സമാന നടപടി ഉണ്ടാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അഗസ്റ്റിൻ സഹോദരന്മാരുടെ മരം കൊള്ളയിൽ നോട്ടീസ് ഭൂ ഉടമകൾക്കാണ് എന്നതും യാഥാർത്ഥ്യമാണ്. നിസ്സാര തുക നൽകി മരങ്ങൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിലെ റവന്യൂ റിക്കവറി ബാധ്യത ഇതോടെ ഭൂ ഉടമകളുടെ പേരിലായിരിക്കും നടപ്പിലാക്കുക. ന്യൂസ് ഡെസ്ക്, ജനം.